നമ്മൾ നമ്മുടെ സാഹചര്യം നോക്കിയിട്ട് വേണം ഇങ്ങനെ വീട്ടിലെ മെനു ഒക്കെ ഇടാമെന്ന് ഇന്ന് ഞാൻ പഠിച്ചു. കാരണം ഞാൻ ഇട്ട മെനുവും എൻ്റെ സാഹചര്യവും തമ്മിൽ ഒട്ടും ചേർച്ച ഉണ്ടായില്ല. രാവിലെ ഞാൻ ഇട്ടതാണ് മസാല ദോശ, ഉച്ചക്ക് ഞാൻ ലഞ്ചിന് ബിരിയാണി. അമ്മയാണെങ്കിൽ ഇന്ന് വീട്ടിലില്ല, പിള്ളേരും ഞാനും മാത്രമേ ഉള്ളൂ. ചേട്ടനുണ്ടാവുമെന്ന് ചോദിച്ചു, ചേട്ടനും ആ വഴി എങ്ങോട്ടോ അളവെടുക്കാനും എങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ഈ പൊടിക്കുഞ്ഞിനെയും ഈ വലിയ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനെന്ന് ഞാനൊന്ന് ഇങ്ങനെ എനിക്കൊരാശങ്ക വന്നെങ്കിലും ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബിരിയാണി റെഡിയായി. അപ്പോൾ ആദ്യം ഞാൻ മസാല ദോശയിലാണ് തുടങ്ങിയത്. കണ്ണന് നെയ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഞങ്ങൾക്ക് മസാല ദോശ ഉണ്ടാക്കി. പീലിൻ്റെ ഇടയിൽ ഇട്ടിട്ട് പീലിനെ ഞാൻ പിന്നെയും ഉറക്കി തൊട്ടിലിൽ കൊണ്ട് കിടത്തിയതാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പണി നടക്കൂല. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നത് എൻ്റെ കെട്ടിയവനോടാണ്. എൻ്റെ കെട്ടിയവനും ഞാൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. കാരണം എൻ്റെ ഭക്ഷണം കഴിക്കൽ പീലിയുടെ സൗകര്യത്തിനാണ്. പീലി ഉറങ്ങിയാലൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ചേട്ടനാണെങ്കിൽ ജോലിക്ക് കൊണ്ടുകൊണ്ട് ചേട്ടൻ്റെ സൗകര്യത്തിനും കഴിച്ചിട്ട് പോകും. അങ്ങനെ പിന്നെ പീലിനെ കുത്തി എണീപ്പിച്ചു, കാരണം അല്ലെങ്കിൽ കൊച്ചിനെ കുളിപ്പിക്കാൻ വൈകണമായിരുന്നു. അപ്പോൾ എണീപ്പിക്കാൻ എനിക്കാണെങ്കിൽ ഇതിന് മടിയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം രണ്ടാമത് ഉറക്കിയിട്ട് എനിക്ക് ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങാൻ. അങ്ങനെ അതാ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് പീലിയുടെ കുളിമുറി കാർ പോർച്ചിലാണ്. ചൂടുവെള്ളമൊക്കെ എടുത്ത് പീലിനെ അവിടെ കൊണ്ടുപോയി ഷീറ്റൊക്കെ ഇടിച്ച് ഞങ്ങൾ കുളിപ്പിച്ച് പീലിയുടെ കുളിസീൻ ഞങ്ങൾ കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് കൊണ്ടുവന്ന് മരുന്നൊക്കെ കൊടുത്ത് ലോഷനൊക്കെ തേച്ച് പിന്നെ ഞാൻ കണ്ണനെ ഏൽപ്പിച്ച്. കണ്ണൻ്റെ ദോശ തീറ്റ ഇതുവരെ ആയിട്ട് കഴിഞ്ഞിട്ടില്ല. കണ്ണൻ എന്നിട്ട് ആ ദോശപാത്രം എടുത്തുകൊണ്ട് വന്ന് പീലിയുടെ അടുത്തിരുന്ന് ടി വി ഉണ്ട്. അങ്ങനെ കണ്ണൻ ചേട്ടൻ പീലിനെ നോക്കണ സമയത്താണ് പിന്നെ ഞാൻ പോയി പീലിയുടെ തുണികളൊക്കെ കഴുകിയിട്ടത്. അതായത് പീലിയുടെ തുണികളൊക്കെ കല്ലിലാണ് കഴുകിയിടുന്നത്. കല്ലിൽ കഴുകിയിട്ടു. വേറെ വാഷിംഗ് മെഷീനിലെ തുണി വേറെ കിടപ്പുണ്ടായി, അതും വിരിച്ചിട്ടു. ഇനി എനിക്ക് ലഞ്ചിനുള്ള പരിപാടികൾ നോക്കണം.